ഞാൻ ഇന്നലെയൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷേ ചില ദിവസം ഇങ്ങനെയാ ഡോക്ടറെ. കാരണമൊന്നും കാണില്ല, ഉറക്കം വരില്ല. അതിനെന്തെങ്കിലും കാരണം കാണും. മോളുടെ ഉപബോധ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, അല്ലെങ്കിൽ ആരോടൊക്കെയോ ദേഷ്യമുണ്ട്. അങ്ങനെ വന്നാലും ഉറക്കം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അന്ന് ഞാൻ വന്നപ്പോ അമ്മയുമായി എന്തൊക്കെയോ ക്ലാഷ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതാണോ മോളുടെ മനസ്സിനെ അലട്ടുന്നത്? അങ്ങനെയൊന്നുമില്ല ഡോക്ടർ. എന്തായാലും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ മുഹൂർത്തത്തിലൂടെയാണ് മോളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. അതുകൊണ്ട് ദേഷ്യം, ദുഃഖം, ടെൻഷൻ ഇതെല്ലാം തൽക്കാലം വേണ്ടാന്ന് വയ്ക്കും. എപ്പോഴും പ്ലസന്റ് ആയിരിക്കണം. പരമാവധി ശ്രമിക്കാൻ ഡോക്ടർ. ഇന്ന് സർവന്റ് ഉണ്ട്. കുറച്ചുനേരം വെയിറ്റ് ചെയ്താ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ട് ഡോക്ടർക്ക് പോകാം. അതൊരു കടമായി ബാക്കി നിൽക്കുക. സാരമില്ല, ഞാൻ അടുത്ത ഏതെങ്കിലും ദിവസം വരാം. അതുപോലെ അനന്തുവിനെ ഇടയ്ക്ക് വിളിക്കണം. മഞ്ജുവിന്റെ കാര്യങ്ങൾ അറിയിക്കണം. ഇനി വിളിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വിളിക്കും. ഡോക്ടറുടെ സ്നേഹം കണ്ടിട്ട് മഞ്ജു തന്നെ എന്നോട് പറഞ്ഞു, ഡോക്ടർക്ക് ഞങ്ങളുമായിട്ട് എന്തോ മുൻജന്മ ബന്ധമുണ്ടെന്ന്. അത് മോള് പറഞ്ഞത് ശരിയാ. ഇതുവരെ ഒരു പേഷ്യന്റിനോട് തോന്നാത്തൊരടുപ്പം എനിക്ക് മോളോടുണ്ട്. നിങ്ങൾ രണ്ടാളോടും ഉണ്ട്. നിങ്ങൾ രണ്ടും എന്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നിപ്പോവാ. അപ്പോ പറഞ്ഞ ഒന്നും മറക്കണ്ട. നന്നായി ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെറിയ അസ്വസ്ഥത തോന്നിയാൽ അപ്പോഴേ എന്നെ വിളിക്കണം. ശരി ഡോക്ടർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചായയെങ്കിലും കുടിച്ചിട്ട്. ഇപ്പൊ ഒന്നും വേണ്ടെന്നേ. എല്ലാം ഉണ്ട്. എന്തിനാ ഡോക്ടർ ഇത്രയൊക്കെ വാങ്ങി പൈസ കളയുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? മറ്റൊരു പേഷ്യന്റിനോട് തോന്നാത്തൊരു സ്നേഹം നിന്നോട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെന്ന്. അതിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? എന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണെന്നല്ലേ? എന്നിട്ട് എന്റെ അമ്മയ്ക്ക് എന്നെ പിടിക്കാത്തതും ഏതോ കാട്ടിക്കിടന്ന് ഒരുത്തിയുടെ പേരും പറഞ്ഞു എന്നെ കൊച്ചാക്കുന്നതും എന്റെ അമ്മയാ. ഇനിയിപ്പൊ ഞാൻ ഏത് ഡോക്ടറെ കാണാൻ പോകുന്നറിയാൻ വലിയ തിടുക്കമായിരിക്കും. ഞാൻ അമ്മയാകുന്നതല്ലോ, അവൾ അമ്മയാവുന്നതല്ലേ അവർക്ക് സന്തോഷം. അതുകൊണ്ട് പിന്നെ ഞാൻ എവിടെയാ പോകുന്നതെന്ന് അറിഞ്ഞല്ലേ പറ്റൂ. നിനക്ക് അനാവശ്യ ദേഷ്യമൊന്നും ആരോടും പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. തൽക്കാലം ഡെലിവറി കഴിയുന്നത് വരെ എല്ലാ വാശിയും വൈരാഗ്യവും കളയണമെന്നും അദ്ദേഹം പറഞ്ഞു. അത് അക്ഷരം പ്രതി അനുസരിച്ച മറ്റു വൈകല്യങ്ങളൊന്നുമില്ലാതെ കുഞ്ഞ് ജനിക്കും. നമ്മൾ ആശിച്ച കുഞ്ഞ്. എന്റെ അമ്മോ, ചന്ദ്രനും കൂടി എഴുന്നള്ളിയല്ലോ. പത്മിനിയേച്ചിയെ കണ്ട പ്രശ്നമാവും. രണ്ടാൾക്കാര് വരുന്നുണ്ട്. ഞാനൊന്ന് പത്മിനിയേച്ചിയോട് മാറി നിൽക്കാൻ പറയട്ടെ. കാർത്തു ആത്മാർത്ഥമായിട്ട് എല്ലാം ഉണ്ടാക്കിയതാ. ഇനി അത് സ്വീകരിച്ചില്ലെങ്കിൽ അയാൾക്കത് വലിയ വിഷമാവും. കാർത്തു ഉണ്ടാക്കിയതാണെന്നൊന്നും പറയണ്ട. ചേച്ചി, അമ്മായി മോനും വന്നിട്ടുണ്ട്. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും മാറ്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാ. പ്രശ്നം ഉണ്ടാവാതിരിക്കാനാ മാറാൻ പറഞ്ഞത്. കറികളൊക്കെ റെഡിയായോ? എല്ലാം റെഡിയായിട്ട് വരുന്നേ ഉള്ളൂ. എന്നാ പോയി പുറത്ത് നിൽക്ക, ഞാൻ നോക്കിക്കോളാം. പോ. വെടിപ്പാക്കിയിട്ടിരിക്കുക. ആരെങ്കിലും പുറംപണിക്ക് വരുന്നുണ്ടോ എന്തോ. കാണും. ഇല്ലെങ്കിൽ ഈ അവസ്ഥയില് കുനിഞ്ഞൊന്ന് ഇടത്തി മുറ്റടിക്കുന്നു തോന്നുന്നുണ്ടോ?
എന്തായി അമ്മ അവിടെ പോയിട്ട്? എന്താവാനാ, ഇതാ കണ്ടില്ലേ, കൊണ്ടുപോയതെല്ലാം തിരിച്ചു കൊടുത്തു വിട്ടു. മോളുണ്ടാക്കിയ പലഹാരങ്ങളൊന്നും വേണ്ടെന്ന്. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മേ? ഞങ്ങള് പറഞ്ഞില്ല, പക്ഷെ അവർക്കറിയാം ഇതിന്റെയൊക്കെ പിന്നിൽ താനായിരിക്കുമെന്ന്. ഒട്ടും മാറ്റമില്ല മോളെ. പണ്ടത്തേതിന്റെ പിന്നത്തേതെന്ന് പറഞ്ഞാ മതി. അഹങ്കാരം അസ്ഥിക്ക് പിടിച്ചിരിക്കുക. പിന്നെ അമ്മയെ ബലമായിട്ട് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് കറികളൊക്കെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. എവിടുന്ന് അവൾക്ക് ഈ സിദ്ധി ഉണ്ടായതെന്ന് അറിയില്ല. മോളും പവിത്രയൊക്കെ ഉണ്ടാക്കുന്ന കറികളുടെ അതേ ടേസ്റ്റ്. കാല് തെറ്റി വീണ് കൈ ഒടിഞ്ഞിരിക്കുക. അയ്യോ, അത് മോളുടെ പ്രാക്കുകൊണ്ടാണെന്നാ പറയുന്നേ. പിന്നെ അവളുടെ അമ്മയുടെ സ്നേഹത്തോടെയൊക്കെ പെരുമാറുകയാണെങ്കിൽ കുറച്ചു കഴിയുമ്പോ സഹായത്തിന് പോയി നിൽക്കാമെന്ന് കരുതിയതാ. അവൾക്ക് എന്റെ സഹായം ഒന്നും വേണ്ട, ആരുടെ. ഭർത്താവും അവളും മാത്രം മതി. അങ്ങനെയാ പോക്ക്. ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കേണ്ട ചിലരൊക്കെ ഉണ്ട് കാർത്തു. അവരെ പിശുക്ക് കാട്ടാണ്ട് അങ്ങ് സ്നേഹിക്കണം, അല്ലാത്തവർ തള്ളിക്കളയണം. അല്ലെങ്കിൽ ദൈവം നമുക്കൊപ്പം നിൽക്കില്ല. ഇതൊക്കെ എത്ര മണിക്കൂറത്തെ പരിശ്രമ. മഞ്ജു എടുത്തിയുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നുവിട്ടത്. ഒരെണ്ണം പോലും എടുത്ത് രുചിച്ചു നോക്കിയില്ലല്ലോ. ഇനിയിപ്പോ നമുക്കിത് എല്ലാവർക്കും കൂടി കഴിച്ചു തീർക്കാം. അല്ല, അതങ്ങനെ തന്നെ വേണ്ടത്. താൻ ഉണ്ടാക്കിയ പലഹാരം കഴിക്കാനുള്ള യോഗ്യത അവർക്കില്ല. അമ്മയാകാൻ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ദുഷ്ടചിന്തകളൊന്നും ശരിയല്ല മോളെ. പക്ഷെ ആരോട് പറയാനാ? എന്നാ എനിക്ക് വയ്യ, അമ്മായി 2 ദിവസം ഇവിടെ വന്ന് നിക്ക് എന്നുപോലും പറഞ്ഞില്ല. നമ്മളെല്ലാം അവിടെ നിന്നും പടിയിറങ്ങി പോന്നത് മഹാഭാഗ്യായിട്ട് കരുതുക ആ അസത്ത്. അമ്മയ്ക്ക് വലിയ വിഷമായല്ലേ? പിന്നെ വിഷമമാതിരിക്കോ? ഏട്ടത്തെ ആട്ടിവിട്ടതിനല്ല, താൻ ചെയ്ത ജോലി ഫലം കണ്ടില്ലോ എന്നുള്ള സങ്കട. തിരിച്ചു വരുമ്പോ അമ്മ പറഞ്ഞു, ഇനി മരണം വരെ നിങ്ങളുടെ കൂടെ നിൽക്കാന്ന്. അത് നമുക്ക് സന്തോഷമല്ലേ? എങ്കിലും 2 മക്കളുള്ള അമ്മമാർക്ക് രണ്ടിടത്ത് മാറി നിൽക്കാനൊക്കെ തോന്നും, മക്കൾ എത്ര ദുഷ്ടരാണെങ്കിലും. പിന്നെ അതാണല്ലോ ഞങ്ങളുടെ തറവാട്. അച്ഛനടക്കിയ മണ്ണും അതാ. അങ്ങനെയുള്ളടത്ത് പോണമെന്നും അച്ഛന്റെ അസ്ഥിത്തറയിൽ വിളക്കി വെക്കണമെന്നൊക്കെ ആഗ്രഹം കാണില്ലേ? അതിന് പോലും കഴിയുന്നില്ലല്ലോ. അമ്മയുടെ കാര്യം പോട്ടെ, അപ്പച്ചയെ പോലും വീട്ടിനകത്ത് കയറ്റുന്നില്ല. പിന്നെ തറവാട് ഇതുവരെ ഭാഗം വെക്കാത്തതുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. വെറുതെ വഴക്കിന് പോണ്ട സാറ്. അവരവിടെ നന്നായിട്ട് ജീവിച്ചോട്ടെ. നന്നായിട്ട് ജീവിക്കോ മോശമായിട്ട് ജീവിക്കോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. അവരുടെ സ്വഭാവം തന്നെ അവരുടെ ശത്രു. അത് അവര് മനസ്സിലാക്കുന്നില്ല. അതിനെല്ലാത്തിനും എസ് മുഴുവൻ ഭർത്താവും കൂടെയുണ്ട്. നീ എവിടായിരുന്നു ഇതുവരെ? രാവിലെ ഇവിടുന്ന് പോയതാണല്ലോ. അത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ ഭർത്താവ് നിന്നെ സംശയിച്ചു തുടങ്ങുന്നത് പുതിയ സംഭവം തന്നെയാ. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നീ ഒറ്റ ഒരുത്തിയാ. അയാൾ എന്താ പറയുന്നത്? അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ അവന്റെ സംസാരം അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. അവനാണെങ്കിൽ ഇപ്പോഴെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ സമയമായത്. എന്തു ജോലി അയാൾ ചെയ്യുന്നത്? എന്റെ പറമ്പ് കൊത്തിക്കിളയ്ക്കുന്നു. അത് കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഇതിനു മുമ്പ് ഭർത്താവ് ഡോക്ടറാണെന്നെങ്കിലും പറയായിരുന്നു. ഇപ്പോഴെന്തു പറയും? അയാളും കൂലിപ്പണിക്കാ. മഞ്ജു, എന്താ പറ്റിയേ? ഇന്നലെ രാത്രി മുതലേ സുഖമില്ലായിരുന്നു അനന്തേട്ട. ഉറക്കവും കുറവായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന നേരെ വെളുപ്പിച്ചത്. അനന്തോട്ടം പോത്ത് പോലെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ ലൈറ്റ് ഇടുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിട്ടും ഉണർന്നില്ല. ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതാ അങ്ങനെ കിടന്നുറങ്ങിപ്പോയത്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും വരില്ല.
ഈ സമയത്ത് ഇതുപോലെയുള്ള തളർച്ചയൊക്കെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. എന്നാൽ ഇത് ഇത്തിരി കൂടുതലാ. നിന്റെ വയറുവേദനയൊക്കെ മാറിയോ? ഇല്ല, കട്ടനകത്ത് നാരങ്ങ പിഴിഞ്ഞു കുടിച്ചായിരുന്നു, എന്നിട്ട് ഒരു കുറവുമില്ല. സാധാരണ അതുകൊണ്ട് ഇത് തീരുന്നതാ. എന്തോ കുഴപ്പമുണ്ട് അനന്തേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ജീവൻ ഡോക്ടറെ ഒന്ന് വിവരം അറിയിക്കാം. വേഗം വേണം. ഹോസ്പിറ്റലിൽ പോണെങ്കിൽ എത്രയും പെട്ടെന്ന് പോണം. മിക്കവാറും പോവേണ്ടി വരും. അതുപോലെ തളർച്ചയുണ്ട്. ജലാംശം ഒരുപാട് ശരീരത്തുനിന്ന് പോയി കഴിഞ്ഞു. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. നീ ഇവിടെ ഇരിക്കും. ആ അനന്തു, മഞ്ജുവിന് തീരെ വയ്യ. നല്ല തളർച്ചയും വയറുവേദനയൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് അലിക്ബാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ. എനിക്ക് ഏറെ അടുപ്പുള്ള ഹോസ്പിറ്റലാ. ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി ഡോക്ടറെ. ആ ഒട്ടും താമസിക്കരുത് കേട്ടോ. ഞാൻ അവിടുത്തെ ഗൈനക്കോളജിനോട് വിളിച്ച് വിവരം പറഞ്ഞോളാം. ശരി ഡോക്ടർ. ശരി. എനിക്കൊന്ന് അലിക്ബാൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. ആ മഞ്ജുവിന് തീരെ വയ്യ. മഞ്ജുവിന് തീരെ വയ്യെങ്കിൽ അവിടെ ചെന്നാ ഡോക്ടർമാർ നോക്കത്തില്ലയോ? ആ കുട്ടി എന്റെ പേഷ്യന്റാ. എന്നാ പിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോളായിരുന്നു. എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് നടത്തണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ പറ്റില്ലല്ലോ. മഞ്ജുവിന് നല്ല തളർച്ചയുണ്ട്, വയറുവേദനയും. അപ്പൊ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നല്ലേ നല്ലത്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആ ഞാൻ പോയിട്ട് വരാം. ഇന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസിനോടൊക്കെ വരണ്ടെന്ന് പറഞ്ഞു. ശരി. അങ്ങേരിങ്ങോട്ട് ഓടിയത്? ആ മഞ്ജു എന്ന് പറയുന്ന പേഷ്യന്റിന് തളർച്ച ഉണ്ടായിരുന്നോ വയറുവേദന ഉണ്ടായെന്നൊക്കെ പറയുന്ന കേട്ടു. ആ കൊച്ചിനോട് അലിക്ബാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനാ പറഞ്ഞിരിക്കുന്നത്. അത് മഞ്ജു തന്നെയാണോ ഈ പേഷ്യന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ചേച്ചി ഇതിനകത്ത് കഥ കടിച്ചിരിക്കാതെ ഡോക്ടറെ പിന്നാലെ പോണം ഇപ്പൊ തന്നെ. ഈ അലിക്ബാൽ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണോ ഡോക്ടർ പോയെന്ന് അപ്പൊ അറിയാലോ. മഞ്ജുവിനെ അങ്ങേർക്ക് വലിയ ഇഷ്ടമാ. ആ കൊച്ചു കുഴപ്പക്കാരിയല്ല, പിന്നെ ഭർത്താവും തരക്കേടില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല. അത് മഞ്ജുവിന്റെ കാര്യം. പക്ഷേ ഡോക്ടറുടെ ഓട്ടം കണ്ടിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് ഡോക്ടറുമായിട്ട് അടുപ്പമുള്ള മറ്റാരോ ആണെന്നാണ് എന്റെ വിശ്വാസം. അല്ല, കുറച്ചു ദിവസമായിട്ട് ചേച്ചി തന്നെ പറയുന്നുണ്ടല്ലോ, ഡോക്ടർ ഇവിടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന്. അങ്ങനെയെങ്കിൽ ആ മനസ്സ് കവർന്നെടുത്തത് ആരാണോ അവരെ കണ്ടെത്തണ്ടേ? നീ പറഞ്ഞ ശരിയാ സുമിത്ര. നീ കൂടെ വരുന്നോ? അയ്യോ, 2-3 പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരുന്നല്ലോ. അവരോടൊക്കെ വരണ്ടെന്ന് പറയാനാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചിലരൊക്കെ ഉടനെ വരും. അവരോടൊക്കെ കാര്യം പറഞ്ഞു വിടണ്ടായോ? പിന്നെ വീട് നോക്കാൻ ഒരാള് വേണ്ടേ? ഈ അലിക്ബാൽ ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരം വരില്ലേ? കുറയാതെ വരും. ഡ്രൈവറോട് 100-100 വിടാൻ പറയണം. എന്തായാലും ഡോക്ടർക്ക് എന്തോ കള്ളത്തരുണ്ടെന്ന് ചേച്ചി സംശയിച്ച നിലയ്ക്ക് അതിന് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒരു ഭാരമായിട്ട് ഉള്ളിൽ കിടക്കും. ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് വേറെ ആരെങ്കിലാണെങ്കിൽ അവരെ കയ്യോടെ പിടിക്കാം. അതിനി ഡോക്ടറുടെ കാമുകിയാണോ മോളാണോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഡോക്ടർക്കിപ്പോ സ്വപ്നം കാണല് കൂടുതലാ. അതുകൊണ്ട് ചിലപ്പോ ഇന്ന് അതിന്റെ കാരണം കണ്ടെത്താൻ. മാഡം, ഡോക്ടർ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഒന്നിച്ചാണോ വന്നത്? അല്ല, ജീവേട്ടൻ പുറപ്പെട്ട ശേഷമാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട് മഞ്ജുവിന്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഫുഡ് പോയ്സൺ ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓ, ഡോക്ടറെ കാണാൻ വന്നവരിലെ മഞ്ജുവിനോടാ എനിക്ക് കുറച്ചെങ്കിലും അടുപ്പം തോന്നിയത്. അതുകൊണ്ടാ മഞ്ജുവിന് വയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ ഉടൻ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഏതായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടറെ വിളിച്ചു പറഞ്ഞത് ഇവിടെ ഒന്ന് അഡ്മിറ്റ് ആവാൻ. ആ,
ഈ ഹോസ്പിറ്റലായിട്ട് ഡോക്ടർക്ക് നല്ല അടുപ്പമാ. ഡോക്ടറോട് ഞങ്ങൾക്കുള്ള നന്ദി എത്രയാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, ഡോക്ടർ ഒരു പാവോ. അദ്ദേഹത്തെ ഒരിക്കലും സംശയിക്കരുത്. അതൊക്കെ ഞങ്ങളുടെ കുടുംബ പ്രശ്നമാ. ഞാൻ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും കാണും. മഞ്ജുവിനെ ഞാൻ സംശയിച്ചില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. എന്നാ മോളെ പോലെയല്ല ചിലരൊക്കെ. അതുപോലെ നിങ്ങളൊക്കെ കരുതുന്ന പോലെ 100% വിശ്വസിക്കാവുന്ന ഒരാളല്ല എന്റെ ഹസ്ബൻഡ്. അത് പറയുന്നതില് എനിക്ക് ഒരു മടിയില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം ഇങ്ങനെയൊക്കെ പോവൂ. കുഞ്ഞിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുന്ന പെൺകുട്ടികൾക്ക് ഇടയ്ക്കിടെ ഇതുപോലുള്ള തളർച്ചയും തലചുറ്റലും ഒക്കെ ഉണ്ടാവും. കുറച്ച് കൂടുതൽ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാ മോള്. അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ ഫ്രൂട്ട്സ് ഒരുപാട് കഴിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോഴുള്ള ഭക്ഷണത്തിലെല്ലാം വിഷാംശം വളരെ കൂടുതലാ. എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മോൾക്കിന്ന് പോവാൻ പറ്റുമോ? ആ, ഏതായാലും ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ. ഫുഡ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ജലാംശം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാ ഡ്രിപ്പ് കൊടുത്തിട്ടിരിക്കുന്നത്. പിന്നെ നിർബന്ധമാണെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. അല്ല, മോൾ ഏത് ഡോക്ടറെയാ കൺസൾട്ട് ചെയ്യുന്നേ? അത് പിന്നെ ഞാനത് മോളോട് ചോദിക്കാൻ വിട്ടുപോയി. അമ്മയ്ക്ക് മോള് കാണുന്ന ഡോക്ടർ ഏതാണെന്ന് അറിയില്ലേ? ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, അതിലൊന്നും ഫലം കിട്ടിയില്ല. ഇപ്പോ അനന്തരവിനും മോളും കൂടി ഏതോ നല്ല ഡോക്ടറെ പോയി കണ്ടിരിക്കുന്നേ. അദ്ദേഹത്തിന്റെ പേരെന്നോട് പറഞ്ഞു, പക്ഷെ മറന്നുപോയി. എന്നാ ശരി. ആ ഡോക്ടർ. ആ വരൂ, ഇരിക്ക. ഞാൻ മനഃപൂർവ്വം ചോദിച്ചു അവരോട് മഞ്ജുവിന്റെ ഡോക്ടർ ആരാണെന്ന്. അവർക്കറിയില്ല. മഞ്ജുവിടെ അഡ്മിറ്റ് ആയപ്പോ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചെല്ലാം പറഞ്ഞില്ല. സത്യം പറഞ്ഞ ഇതിനകത്ത് അയാൾ ഉണ്ടെന്നറിയാതെ ഞാൻ വന്നത്. എന്നെ കാണാതിരുന്നത് ഭാഗ്യമായി. ആ മോൾക്ക് വേണ്ടി ടെസ്റ്റ് എല്ലാം നടത്തിയില്ലേ? ആ, എല്ലാം കഴിഞ്ഞു. റിസൾട്ട് ഉടനെ വരും. കുഴപ്പമൊന്നുമില്ല. ഫുഡിൽ നിന്ന് വന്ന കംപ്ലൈന്റാ. ഞാനൊരു മെനു കൊടുത്തിട്ടുണ്ട്. എങ്കിലും അത്ര കൺട്രോൾ പോരാ. ബെഞ്ചമിൻ ഡോക്ടറെ കണ്ടപ്പോ എല്ലാം പറഞ്ഞിരുന്നു. അവസാനം മകളുടെ അടുത്ത് അച്ഛൻ എത്തിയല്ലേ? ഇനി എന്റെ പ്രതീക്ഷയും സ്വപ്നമൊക്കെ എന്റെ മകളും അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുമാണ്. അവർക്ക് വേണ്ടിയാ ഇനി എന്റെ ജീവിതം, അവരറിയാതെ. ലോകത്തുള്ള എല്ലാ ഭാര്യമാർക്കും ആശ്വാസം കൊടുക്കുന്ന ആളാ എന്റെ ഹസ്ബൻഡ്. കുട്ടികളുണ്ടാവില്ലെന്ന് വിധി എഴുതിയവർക്ക് പോലും പ്രതീക്ഷ കൊടുക്കുന്ന ഡോക്ടർ. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇങ്ങനൊരു നിരാശ വന്നത്. എന്ന് കരുതി ഞങ്ങൾക്കതിൽ വിഷമമൊന്നുമില്ല കേട്ടോ. ആര്യമോളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നാത്തൂന്റെ മോളാണെങ്കിലും അവള് ഞങ്ങൾക്ക് സ്വന്തം മോളെ പോലെയാ. ആന്റി പറഞ്ഞു ആര്യമോളെ ഒന്ന് കാണണമെന്നുണ്ട്. ഉടനെ വരും. ഈ പറയുന്ന മഞ്ജുവിന്റെ അമ്മയും 1-2 നഴ്സുമാരും വന്നപ്പോഴാണ് നിങ്ങൾ അവർക്ക് മുഖം കൊടുക്കാതെ മാറിയത്. ആരെയാ നിങ്ങൾ ഭയക്കുന്നത്? ആ നഴ്സുമാരെയോ അതോ മഞ്ജുവിന്റെ അമ്മയോ? മഞ്ജുവിന്റെ അമ്മയെ ഭയക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അവരെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ നിങ്ങൾ മഞ്ജുവിന്റെ മുറിയിലേക്ക് പോയപ്പോഴും അവരെ കണ്ടില്ലേ? കണ്ടു കാണും, പക്ഷെ അവരെനിക്ക് അറിയില്ലല്ലോ. ഓ, അപ്പൊ ഇവിടുത്തെ നഴ്സുമാർക്കാണ് നിങ്ങളുമായിട്ട് അടുപ്പമുള്ളത്. എന്തൊക്കെയാ നീ പറയുന്നത്? ഹാ, അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ അവരോട് എന്തെങ്കിലും കൊള്ളരുതായ്മ ചെയ്തു കാണും, അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലുള്ള ആരോടെങ്കിലും തെറ്റ് ചെയ്ത് കാണും. നീ എന്നെ പിന്തുടർന്നു വന്നു. ഞാനിവിടെ കാണാൻ വന്നത് മറ്റേതോ പെൺകുട്ടികളാണെന്ന് നീ കരുതി. അതല്ലാതെ നിനക്ക് ബോധ്യപ്പെട്ടു. വെറുതെ വഴക്കിന് നിൽക്കണ്ട.
ഇവിടെ തന്നെ നിൽക്കാനാണോ പരിപാടി, അതോ വീട്ടിലേക്ക് വരുന്നോ? നീ നിന്റെ കാറിലല്ലേ വന്നത്, നിനക്ക് പോയിക്കൂടെ? അപ്പൊ ഇവിടെ കുറ്റിയടിച്ച് നിൽക്കാനാണ് പരിപാടി. ആ ദേ പോകുന്ന ഒരാള്. ആ കുട്ടി എന്നെ കണ്ടല്ലോ, നിന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ കൂടെ വന്ന മറ്റേ കുട്ടിക്കായിരിക്കും പ്രശ്നം. മറ്റേ കുട്ടി മറിച്ച കുട്ടി, നിനക്കൊന്ന് പൊക്കൂടെ? ആ അത് തന്നെ എനിക്കും പറയാനുള്ളത്. കാണേണ്ട ആളെ കണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് പൊക്കൂടെ? ഞാൻ പോകാൻ തന്നെ പോകുന്നത്, അല്ലാതെ ഇവിടെ താമസിക്കാനല്ല വന്നത്. ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ എന്നെ റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാ. അവരുടെ മുന്നില് എന്നെ വെറുതെ നാണം കെടുത്തരുത്. നാലാംകട സ്ത്രീകളെ പോലെ സംസാരിക്കരുത്. നിങ്ങൾ കൂടുതലും മാന്യനാവണ്ട. അവർക്കൊക്കെ അറിയായിരിക്കും നിങ്ങളുടെ സ്വഭാവം. അതെ അറിയാം, ഞാനൊരു നല്ല ഡോക്ടറാണെന്നറിയാം, നല്ല സ്വഭാവത്തിനുടമയും. ആദ്യം പറഞ്ഞത് ഞാൻ നിഷേധിക്കുന്നില്ല. സാധാരണ ആണുങ്ങൾ തിരഞ്ഞെടുക്കാത്തത് തന്നെയാ നിങ്ങൾ തിരഞ്ഞെടുത്തത്, ഗൈനക്കോളജി. അതില് നിങ്ങൾ മിടുക്കനോ. സ്ത്രീകളോട് പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും നിങ്ങളെ കാണാൻ വരുന്ന മിക്ക സ്ത്രീകൾക്കും ഫലം കിട്ടുന്നത്, എനിക്കൊഴിച്ച്. അതുകൊണ്ട് തന്നെ അമ്മയാകാൻ കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ നിങ്ങളോടൊരു പ്രത്യേക ഇഷ്ടം കാണും. അത് വെറുതെ മുതലെടുക്കാൻ നോക്കരുത്. നിന്നെ പോലെ ചീപ്പായി ചിന്തിക്കുന്ന ഒരു ഭാര്യ ലോകത്ത് വേറെ കാണില്ല. ഒരു സ്ത്രീയെ ചീപ്പാക്കുന്നത് കൂടെയുള്ള പങ്കാളി തന്നെയാ. അയാൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ അവരും നല്ലത് മാത്രമേ ചിന്തിക്കൂ. ഇവിടെ നിങ്ങളെ 1% പോലും എനിക്ക് വിശ്വാസമില്ല. നീ വിശ്വസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ അപമാനിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ പോക്ക് ശരിയല്ലെങ്കിൽ ഇതുപോലെയല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയൊക്കെ സജീവമാണ്. പല ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരുടെ കൊള്ളരുതായ്മയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത് ഞാനും ചെയ്യും. മഞ്ജു പോകുന്ന ഡോക്ടറെ ഒന്ന് പോയി കാണാൻ ഞാൻ മോളോട് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. മഞ്ജു എടുത്തൊരു കാര്യം പറയാനാണ് ഞാനും വന്നത്. ഏട്ടത്തിക്ക് എന്തോ വയ്യാണ്ട് വന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും പറഞ്ഞ് അനന്തോട്ടം വിളിച്ചിരുന്നു. എന്തു പറ്റിയതാ മോനെ? പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ഈ സമയത്തെ ഞങ്ങളെ പോലുള്ള അമ്മമാരുടെ സഹായം ആവശ്യമാ. അടുത്ത് പ്രായം ചെന്നവർ നിൽക്കുന്നത് നല്ലതാ. എന്നാ അതൊന്നും ഇഷ്ടമല്ലല്ലോ അവൾക്ക്. ഏതായാലും മോൻ എന്നവിടം വരെ പോണം. അങ്ങനെയെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാനും പറ്റും. അവളെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാണെന്ന് കാണാനും പറ്റും. ഡോക്ടറെ പറ്റി ഞാനൊന്ന് തിരക്കി. അയാളെ പറ്റി ആരും അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല പറയുന്നത്. തുടങ്ങി. എടാ മോനെ, അയാളുടെ സ്വഭാവം അല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ചികിത്സ തേടിച്ചെന്നാ നമുക്ക് ഗുണം കിട്ടണം. അത് മാത്രം നമ്മൾ നോക്കിയാ പോരെ. ഞാൻ എന്തായാലും അനന്തൂരി ഒന്ന് വിളിക്കട്ടെ. നീ കാണുന്ന ഡോക്ടർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ വിചാരിച്ച എത്രയും പെട്ടെന്ന് ആളെ കണ്ടെത്താൻ പറ്റും. ഇപ്പൊ ഒരാള് വിളിച്ചിരുന്നു, ഒരു ഡോക്ടർ. അത് അയാളാണോന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം അല്ലാന്ന് പറഞ്ഞല്ലോ. നീയല്ലേ പറയുന്നത്? അപ്പോ അതാ ഡോക്ടർ തന്നെയായിരിക്കും. വയ്യാതെ കിടക്കുമ്പോഴെങ്കിലും വഴക്കിടാതിരുന്നൂടെ ഏട്ടത്തിക്ക്? അത് നീ നിന്റെ അപ്പച്ചോട് പറ. ശരി, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. കഴിവത് ഏട്ടത്തിയുടെ സംസാരത്തിന് മറുപടി പറയാതിരിക്കുന്ന നല്ലത്. അയാളൊരു പുണ്യാളം വന്നേക്കുന്നു. ഞാനും അനന്തുവേട്ടനും ആർക്ക് ശല്യമില്ലാതെ പോവാ. അതിന്റെ ഇടയിലേക്ക് കയറി വന്നോളൂ ഓരോരുത്തരും, ഞങ്ങളുടെ സമാധാനം കളയാൻ. അവൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുക, അമ്മയുടെ മുഖം കാണാതിരിക്കാൻ പറ്റുമോന്ന്. അല്ലെങ്കിലും അവളുടെ അമ്മയുടെ മുഖം കണ്ടിട്ടില്ലല്ലോ. അവളുടെ അമ്മയും അച്ഛനും നമ്മളല്ലേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും കാർത്തൂന്റെ അമ്മയേക്കാൾ നല്ല അമ്മ മഞ്ജുവിന്റെ അമ്മയാ. അതെന്താ ശരത്തേട്ടൻ അങ്ങനെ പറഞ്ഞത്? കാർത്തൂനെ പ്രസവിച്ചിട്ട് ആ കുട്ടിയുടെ അമ്മ എന്താ ചെയ്തത്? അതിനെ കാട്ടിൽ കൊണ്ട് കളഞ്ഞു, കൊല്ലാൻ തന്നെ. പിന്നെ അവരെങ്ങനെ നല്ലതാകുന്നത്? ഇവിടെ മഞ്ജുവിന്റെ സ്വന്തം അമ്മ സെന്റ് തോമസ് ഓർഫണേജിന്റെ പണിക്കലല്ലേ കൊണ്ടുവച്ചത്. അപ്പോഴാ അമ്മയ്ക്ക് സ്വന്തം മോള് മരിക്കണമെന്നില്ലായിരുന്നു, നല്ല നിലയിൽ വളരണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര പോലും സഹതാപം സ്വന്തം കുഞ്ഞിനോട് കാർത്തൂന്റെ അമ്മ കാണിച്ചിട്ടില്ല. അവരെ സംസ്കാരശൂന്യെന്നോ പിശാച് കയറിയവരെന്നൊക്കെ വിളിക്കാം. ആ അമ്മയുടെ സാഹചര്യം അതായിരുന്നു കാണും. എന്ത് സാഹചര്യമായാലും സ്വന്തം മക്കളെ കൊല്ലുന്ന അമ്മമാര് കാണുമോ? അതും മൃഗങ്ങൾ കടിച്ചു കീറി കൊല്ലണമെന്ന് ചിന്തിക്കുന്ന അമ്മമാരുണ്ടാവുമോ?
അതിന് താൻ എന്തിനാ ഇങ്ങനെ ഇമോഷൻ ആവുന്നേ? കാർത്തൂനല്ലോ ഞാൻ പറഞ്ഞത്, കാർത്തൂന്റെ അമ്മയല്ലേ. ആരുടെയും ജീവിത സാഹചര്യം അറിയാതെ പഴിക്കരുത് ശരത്തേട്ട. എന്ത് സാഹചര്യമാടോ? ആ മകളെ മൃഗങ്ങൾ കടിച്ചു കീറി കൊന്നിരുന്നെങ്കിൽ ഈ ജന്മം കാർത്തൂന്റെ അമ്മയ്ക്ക് സ്വസ്ഥ കിട്ടുമായിരുന്നോ? മരിച്ചുപോയ കുഞ്ഞിന്റെ ആത്മാവ് അവരെ വെറുതെ വിടുമായിരുന്നോ? അങ്ങനെ മാറിക്കഴിഞ്ഞാ എന്നേക്കാളും കൂടുതൽ വിഷമിക്കുന്നത് താനായിരിക്കും. പിന്നെ ബന്ധുക്കളൊന്നും അടുത്ത് കാണില്ലേ. കണ്ണേട്ടനും പവിത്രയെടുത്തൊക്കെ അടുത്തില്ലാത്തത് വിഷമം തന്നെയാ. എങ്കിലും സാറുണ്ടല്ലോ. പിന്നെ കാണേണ്ടവരെയൊക്കെ നമുക്ക് ഞായറാഴ്ചയൊക്കെ വന്ന് കാണാമല്ലോ. അമ്മയും നമ്മുടെ കൂടെ കാണും. അതിങ്ങനെ ഏതു നേരം ചിന്തിച്ചിരിക്കണോ? അല്ല, അതൊന്നും അല്ല കാരണം. മറ്റെന്തോ സാറിനെ അലട്ടുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല മോളെ. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പറയാതിരിക്കോ? സാറിന്റെ മനസ്സിലുള്ളത് പറഞ്ഞാ ഞാൻ സങ്കടപ്പെടുന്നു കരുതിയിട്ടാണോ? ഹേ അല്ല. എനിക്ക് മനസ്സിലായി സാറിന്റെ ഉള്ളിൽ എന്താണെന്ന്. നമ്മുടെ ഒരു കുഞ്ഞ്, അത് എത്രയും പെട്ടെന്ന് സാറിന് വേണം. അതും എന്റെ വിഷമത്തിന്റെ കാരണമാ. അതുകൊണ്ടല്ലേ ഞാനും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജുവേടത്തി കാണുന്ന ഡോക്ടറെ പോയി കാണാന്ന്. അത് പറയുമ്പോഴെന്താ മുഖത്തിനൊരു മാറ്റം? ഹേയ് ഒന്നുമില്ല. എന്നെ എന്റെ കാർത്തു ഇങ്ങനെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കല്ലേ. എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നമുക്കിടയിൽ എത്രയും പെട്ടെന്നൊരു കുഞ്ഞ് വേണമെന്ന്. സ്വത്ത് പോലും അപ്പച്ചി മുത്തച്ഛനും അവൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന കേട്ടത്. കാർത്തു ആരാ ഇപ്പോ? അന്യ പെൺകുട്ടിയാണോ? അവള് നിന്റെ അനിയന്റെ ഭാര്യ, അനിയത്തിയ. വസ്തുഭാഗം വെക്കുമ്പോ അരുണ് കൊടുക്കാനുള്ളത് കൊടുക്കണം, അത് ന്യായം. എന്നാൽ കാർത്തൂന് അതിന്റെ ഒരു അംശം കൊടുക്കേണ്ട കാര്യം എന്താ? നിനക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അനന്തു. പിന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യുന്നതിന് നീ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? എന്തായാലും നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾക്ക് തരും, ഒട്ടും കുറയാതെ. അത് തന്നെ 3-4 തലമുറയ്ക്ക് ജീവിക്കാനുള്ളതുണ്ട്. എന്നിട്ടാണ് വീണ്ടും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് തടസ്സം നിൽക്കുന്നത്. ചിലരോട് നമുക്ക് ഇഷ്ടം തോന്നുമ്പോ അവർക്ക് ചില ദാനങ്ങളൊക്കെ ചെയ്യാൻ തോന്നും, പ്രത്യേകിച്ച് അവരത് അർഹിക്കുന്നതാണെന്ന് തോന്നിയാൽ. കാർത്തു സ്വത്തിനും പണത്തിനും വേണ്ടി ജീവിക്കുന്ന പെൺകുട്ടിയല്ല. അവർക്ക് കൊടുക്കുന്ന സമ്പത്ത് അവർ നശിപ്പിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം തരുന്ന പോലെ ഒരു പങ്ക് കാർത്തുവിന് വേണ്ടി മാറ്റിവെക്കും. അത് കൊടുക്കുകയും ചെയ്യും. കൊടുക്ക്, ഇഷ്ടം പോലെ കൊടുക്ക്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങളെ കാണാൻ? കൊച്ചുമക്കൾക്ക് ഈ വയസ്സന്മാരെയൊക്കെ തള്ളിക്കളയാം, തിരിച്ചതിന് പറ്റില്ല മോനെ. കാരണം പ്രായവും പക്വതയും കൊണ്ട്, ജീവിതാനുഭവം കൊണ്ട് ശരിതെറ്റുകൾ തിരിച്ചറിഞ്ഞ പ്രായമായത്. ആ പ്രായത്തിലുള്ളവർക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ കഴിയൂ. എന്തായാലും കാർത്തു എന്ന് പറയുന്നവള് കാലെടുത്ത് കുത്തി അന്നു മുതല് നമ്മുടെ കുടുംബത്തിൽ അന്തചിത്രം ഉണ്ടായി. എല്ലാരും പല